ആക്ച്വലി ദർ ഇസ് നോ പ്ലാൻ ബി ഇൻ ബിസിനസ്. അതായത് ഇപ്പോൾ ചില ആൾക്കാർ ഉണ്ട്, ഇപ്പോൾ നിലവിലിപ്പോൾ അവർ നല്ലൊരു ജോബ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ആഗ്രഹം താല്പര്യം ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യാണ് ഒരു 6 മാസം ബിസിനസ് ചെയ്ത് നോക്കാം. എന്നിട്ട് സക്സസ് ആയില്ലെങ്കിൽ നേരെ തിരിച്ച് പണിയുണ്ടല്ലോ, സേഫ് ആണല്ലോ. അപ്പോൾ ഒരു പ്ലാൻ ബി നമ്മൾ ഓൾറെഡി തുടങ്ങുമ്പോഴേ മുന്നേ കണ്ടിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് ദർ ഇസ് നോ പ്ലാൻ ബി ഇൻ ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 1-2 മന്ത്, ഒരു 5-6 മന്ത് കൊണ്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മേ ബി ആ ഒരു സമയം കൊണ്ട് ഇവോൾവ് ചെയ്ത് സക്സസ് ആയി പറ്റുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ദേ ഹാവ് ദ ഇനഫ് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ. അവർ ആ സബ്ജക്ട് ഡൊമൈൻ നോളജിൽ ഒരുപാട് റിസർച്ച് ചെയ്ത്, ഒരുപാട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് ആ ഒരു ഡൊമൈൻ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ എക്സ്പോഷർ അവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കും അവർ ആ ലെവലിലേക്ക് എത്തിയത്. നിങ്ങൾ പ്ലാനിങ് മാത്രം, അതായത് നിങ്ങൾ കുളത്തിലിറങ്ങാതെയാണ് നിങ്ങൾ നീന്തലിനെ പറ്റി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൺസ് കുളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം. നിങ്ങൾ പല കാര്യങ്ങളും ട്രയൽ ആൻഡ് എററിലൂടെ പോകേണ്ടി വരും. ചെയ്ത് പെടുകയുണ്ടാവും, പണി കിട്ടുന്നുണ്ടാവും. ദെൻ ആയിരിക്കും നിങ്ങളെ സക്സസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാൻ ബി മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 100% ഒരിക്കലും കൊടുക്കില്ല. നമുക്കൊരു പ്ലാൻ ബി ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ, എനിക്കിത് സക്സസ് ആക്കിയേ പറ്റൂ എന്നാണ് നമ്മളുള്ളിലുണ്ടെങ്കിൽ നമുക്കുള്ള അപ്രോച്ച് മാറും, നമ്മളിടുന്ന എഫേർട്ട് മാറും, നമ്മളിടുന്ന കോൺട്രിബ്യൂഷൻ മാറും. കാരണം നമുക്കത് മാത്രമേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല. നമുക്ക് ഇത് കഴിഞ്ഞാൽ അത് സക്സസ് ആയില്ലെങ്കിൽ എനിക്ക് പണിക്ക് പോകാമല്ലോ, സക്സസ് ആയില്ലെങ്കിൽ ഗൾഫിൽ പോകാമല്ലോ, ഈ ഒരു ചിന്ത ഉണ്ട്. അതുണ്ടായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല.